ബിഗ് ബോസ് മലയാളം സീസൺ 7 വോട്ടിംഗ് റിസൾട്ടിലോട്ടാണ് നമ്മളിന്ന് കടക്കാൻ പോകുന്നത്. 5ാം ആഴ്ചയിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 5ാം ആഴ്ചയിൽ 15 പേരടങ്ങുന്ന വലിയ ഒരു ലിസ്റ്റാണ് ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ വോട്ടിംഗ് റിസൾട്ട്. എന്നാലും നല്ല രീതിയിലുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആരൊക്കെ വോട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഒരു പ്രയാസമുള്ള കാര്യമാണ്. അത്രയും ഭയങ്കരമായ ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 5 പോരാട്ടമാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിനെ ഹോട്ട്സ്റ്റാറിൽ കയറി തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി ഈ ആഴ്ച വിജയിപ്പിക്കണം. ഈ ആഴ്ച സേഫാക്കണം. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. അതിൻ്റെ കൂടെ ലൈക്ക് കൂടെ ചെയ്തേക്കാം. കമൻറ്റ് കൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിന് കമൻറ്റ് കൂടെ രേഖപ്പെടുത്തിയേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1ാം സ്ഥാനത്ത് അനുമോൾ തന്നെ തുടരുന്നു. കിരീടമില്ലാത്ത രാജ്ഞി എന്ന പേരിൽ അനുമോൾ 1ാം സ്ഥാനത്തിന് തുടരുന്നു. 35,690 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അനുമോൾ 1ാം സ്ഥാനത്തിന് തുടരുന്നു. തൊട്ടുപുറകെ 2ാം സ്ഥാനത്ത് കോമണറായിട്ടുള്ള അനീഷാണ് തുടരുന്നത്. അനീഷിൻ്റെ നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം ഈ മണിക്കൂറുകൾ കണ്ടുവരുന്നുണ്ട്. 28,454 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 2ാം സ്ഥാനത്ത് അനീഷ് തുടരുന്നു. അനീഷ് നല്ല രീതിയിൽ വോട്ടിംഗ് മുന്നേറ്റം ഈ മണിക്കൂറുകൾ കണ്ടുവരുന്നുണ്ട്. തൊട്ടുപിറകെ ഞാൻ വിട്ടുതരില്ല എന്ന് പറഞ്ഞ് 3ാം സ്ഥാനത്ത് ഷാനവാസ് തുടരുന്നു. 27,398 ഭൂരിപക്ഷത്തിൽ ഷാനവാസ് 3ാം പൊസിഷനിൽ തുടരുന്നു. ഷാനവാസിന് ഈ മണിക്കൂറുകളിൽ നല്ല വോട്ടിൻ്റെ മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. അനീഷിനെ വെട്ടിക്കാനാണ് ഷാനവാസിൻ്റെ വോട്ടിൻ്റെ ഒരു മുന്നേറ്റമാണ് കണ്ടുവരുന്നുകൊണ്ടിരിക്കുന്നത്. 4ാം സ്ഥാനത്ത് തൊട്ടുപുറകെ ആദിലയാണ് നിൽക്കുന്നത്. 24,752 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആദില 4ാം സ്ഥാനത്ത് തുടരുന്നു. നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം ഈ മണിക്കൂറിൽ കണ്ടുവരുന്നുണ്ട്. നേരത്തെ 5ാം സ്ഥാനത്തിരുന്ന ആദില ഇപ്പോൾ 4ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് കാഴ്ചവെച്ച് ഇവർ രണ്ടുപേരും സേഫ് സോണിലോട്ടാണ് വന്നിരിക്കുന്നത്. 5ാം പൊസിഷനിൽ 22,487 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നോറ 5ാം സ്ഥാനത്ത് തുടരുന്നു. നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് നോറ ഇനിയും കാഴ്ചവെച്ചാൽ ഇതിനേക്കാളും വോട്ടുകൾ കയറുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും അടുത്ത തൊട്ടുപുറകിൽ 6ാം സ്ഥാനത്ത് രേഷ്മ പി തങ്കച്ചനാണ്. 20,941 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 6ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. നല്ല രീതിയിൽ വോട്ടിംഗ് മുന്നേറ്റവും രേണുസുതി വോട്ടുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. രേണുസുതി ഈ മണിക്കൂറുകളിൽ നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് ബിഗ് ബോസ് വീട്ടിൽ കാഴ്ചവെച്ചാൽ ഇനിയും വോട്ട് കയറുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രേണുസുതിക്ക് നമുക്ക് തൊട്ടുപുറകെ 7ാം സ്ഥാനത്ത് ബിന്നിയാണ് തൊട്ടുപുറകെ നിൽക്കുന്നത്. 17,990 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബിന്നി 7ാം സ്ഥാനത്ത് തുടരുന്നു. നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റവും കണ്ടുവരുന്നുണ്ട്. പക്ഷേ എന്നാലും ചെറിയ വോട്ടിൻ്റെ ഒരു കുറവും ഈ മണിക്കൂറുകൾ കണ്ടുവരുന്നുണ്ട്. ബിന്നി നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് ബിഗ് ബോസ് വീട്ടിൽ കാഴ്ചവെച്ചാൽ ഇനിയും വോട്ടുകൾ കയറാനുള്ള ചാൻസ് ബിന്നിക്കുണ്ട്. അപ്പോൾ തൊട്ടുപുറകെ 8ാം സ്ഥാനത്ത് ഗ്രിസൈലാണ് തുടരുന്നത്. 1-2 ആഴ്ചകളിൽ നല്ല രീതിയിൽ വോട്ടിംഗ് മുന്നേറ്റം കണ്ടുകൊണ്ട് ഗ്രിസൈൽ നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് കൊടുത്തിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് നെഗറ്റീവിലോട്ടാണ് ഗ്രിസൈലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജിസൈലിൻ്റെ അവിടുത്തെ പ്രവർത്തികൾ തന്നെയാണ് ജിസൈലിൻ്റെ വോട്ടിൽ തകർത്തുന്നത്. ജിസൈലിന് കിട്ടിയിരിക്കുന്ന വോട്ടുകളെന്ന് വെച്ചാൽ 17,416 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജിസൈൽ 8ാം സ്ഥാനത്ത് തുടരുന്നു. നല്ല രീതിയിൽ വോട്ടിംഗ് മുന്നേറ്റവും കണ്ടുവരുന്നുണ്ട്. അതേ കണക്ക് തന്നെ കുറവും കണ്ടുവരുന്നുണ്ട് ഈ മണിക്കൂറുകളിൽ. എന്നാലും ജിസൈലിന് കുഴപ്പമില്ലാത്ത വോട്ട് ഇപ്പോൾ ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തൊട്ടുപുറകെ 9ാം സ്ഥാനത്ത് നമ്മുടെ വെറുപ്പിക്കുന്ന ഒരു സ്റ്റാർ ഉണ്ടല്ലോ അവിടെ ബിഗ് ബോസ് വീട്ടിൽ. 9ാം സ്ഥാനത്ത് റന ഫാത്തിമയാണ്. 14,895 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ റന ഫാത്തിമ 9ാം സ്ഥാനത്ത് തുടരുന്നു. അതിനും വോട്ട് കുറയാനുള്ള മെയിനായിട്ടുള്ള സാധ്യത അദ്ദേഹത്തിൻ്റെ വെറുപ്പീരാണ്. അവരുടെ വെറുപ്പീര് കണ്ടാണ് വോട്ട് കുറയാനുള്ള മെയിനായിട്ടുള്ള ചാൻസ്. നല്ല വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഇപ്പോൾ വോട്ടിൻ്റെ കാര്യത്തിൽ ബഹുദൂരം പുറകിലാണ്. തൊട്ടുപുറകെ 10ാം സ്ഥാനത്ത് പാട്ടുകളുടെ രാജ്യം എന്നോടം അവൻ തന്നെ വിശേഷിപ്പിക്കുന്ന അക്ബർ 10ാം സ്ഥാനത്ത് 12,257 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 10ാം സ്ഥാനത്ത് അക്ബർ തുടരുന്നു. അക്ബറിൻ്റെത് രേണുസുതിയല്ല, അക്ബർ ഈ അനുമോളെ ഇട്ട് വെറുപ്പിച്ച് വഴക്കുണ്ടാക്കി കിട്ടുന്ന വോട്ടാണ് ഇത്. എന്നാലും അക്ബർ 10ാം സ്ഥാനത്ത് തന്നെ വോട്ടിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള കുറവാണ് അക്ബർ ഇപ്പോൾ കണ്ടുവരുന്നുകൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറുകളിൽ. തൊട്ടുപുറകെ 11ാം സ്ഥാനത്ത് 11,362 വോട്ട് നേടിയ ആര്യൻ
പതിനൊന്നാം സ്ഥാനത്ത് തുടരുന്നു. ആര്യന് വോട്ട് കുറയാനുള്ള കാര്യം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ദിവസം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞാൽ ഈ ആഴ്ച പറയാനുള്ളൂ. അവൻ്റെ സ്വഭാവം, പിന്നെ അവൻ്റെ അഹങ്കാരം, അതുകൊണ്ടാണ് അവന് ഇങ്ങനെ വോട്ട് കുറയാനുള്ള മെയിനായിട്ടുള്ള ചാൻസ്. എന്നാലും ആര്യനും ഈ മണിക്കൂറിൽ ഇത്തിരി വോട്ട് കയറി വരുന്നുണ്ട്. തൊട്ട് പുറകെ 12ാം സ്ഥാനത്ത് ചരതപ്പാനിയാണ് തുടരുന്നത്. 12ാം സ്ഥാനത്ത് അപ്പാനി വരാൻ കാര്യം 9,833 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടാനുള്ള കാര്യമെന്ന് വെച്ചാൽ അപ്പാനി ശരത്ത് ഒരു ഗ്യാങ്ങിൽ പെട്ടുപോയി, കണ്ടൻ്റെല്ലാം പോയി അപ്പാനി ഒരു വല്ലാത്ത മൂഴായിരുന്നു. അതുകൊണ്ടാണ് അപ്പാനിക്ക് ഇപ്പോൾ ഈ മണിക്കൂറിൽ വോട്ട് നല്ല രീതിയിൽ ഇടിയാനുള്ള ചാൻസും കണ്ടുവരുന്നുണ്ട്. 13ാം സ്ഥാനത്ത് തൊട്ട് പുറകെ 13ാം സ്ഥാനത്ത് അഭിലാഷാണ് തുടരുന്നത്. 9,268 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 13ാം സ്ഥാനത്ത് അഭിലാഷ് തുടരുന്നു. അഭിലാഷിൻ്റെ എന്ന് വെച്ചാൽ അഭിലാഷ് വ്യക്തമായ ഒരു നിലപാടില്ലായ്മയും, അഭിലാഷിനൊരു പ്രത്യേകമായിട്ടുള്ള ഗെയിം പോലും ഇല്ലാതെ അഭിലാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടന്നാൽ പിന്നെ എങ്ങനെ വോട്ട് കയറും? അതാണ് മെയിനായിട്ടുള്ള കാര്യം. അഭിലാഷ് ഇനി നല്ല രീതിയിലുള്ള ഗെയിം കാഴ്ചവെച്ചാലും ഈ ആഴ്ച സേഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ആഴ്ച 3 പേരായിരിക്കും പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ 3 പേര് പോവുകയാണെങ്കിൽ ഇവനും ഡേഞ്ചർ പൊസിഷനിലാണ്. തൊട്ട് പുറകെ 14ാം സ്ഥാനത്ത് ഒണിയലാണ് തുടരുന്നത്. 8,744 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ ഒണിയൽ സാബു 14ാം സ്ഥാനത്ത് തുടരുന്നു. ഒണിയൽ സാബുവിൻ്റെ ഒന്നാമത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ച വോട്ടിംഗ് കണ്ടാൽ തന്നെ അറിയാം, നല്ല രീതിയിൽ വോട്ടിംഗ് മുന്നേറ്റം ഇതുവരെ കാഴ്ചവെക്കാത്തൊരു കണ്ടസ്റ്റൻ്റാണ് ഒണിയൽ സാബു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ആഴ്ചയും കാണിക്കാനുള്ള ചാൻസ് ഇല്ല. നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് ഒണിയൽ സാബു ഇനി കൊണ്ടുവന്നാൽ വോട്ടിംഗ് മുന്നേറ്റവും കണ്ടുവരാം. തൊട്ട് പുറകെ 15ാം സ്ഥാനത്ത് ശൈത്യ. 2 ആഴ്ചകളിലും 4 ആഴ്ചകളിലൊന്നും ശൈത്യയ്ക്ക് വലിയ രീതിയിലുള്ള വോട്ടിംഗ് ഒന്നും കണ്ടുവന്നിട്ടില്ല. ഈ ആഴ്ചകളിലൊന്നും വോട്ടിംഗ് വന്നിട്ടുള്ള ആഴ്ചകളിലൊന്നും ശൈത്യയ്ക്ക് നല്ല രീതിയിൽ വോട്ടിംഗ് കണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഈ തവണ ശൈത്യ ഒരു കണ്ടൻറ്റ് നല്ല രീതിയിൽ കൊടുക്കുന്നില്ല ബിഗ് ബോസ് ടീമിൽ. ശൈത്യ നല്ല രീതിയിലുള്ള സ്ക്രീൻ സ്പേസ് ഒന്നും ബിഗ് ബോസ് വീട്ടിൽ കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും വോട്ടിങ്ങിന് കിട്ടാത്തത്. 7,589 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 15ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയിരിക്കുകയാണ് ശൈത്യ. ഏറ്റവും നല്ല ഡേഞ്ചർ പൊസിഷനിലാണ് ഈ വോട്ടിങ്ങിൽ ശൈത്യ നിൽക്കുന്നത്. വരും മണിക്കൂറുകളിൽ ശൈത്യ നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് ബിഗ് ബോസ് വീട്ടിൽ കൊടുക്കാത്ത പക്ഷം ഈ ആഴ്ച ഔട്ടാവാനുള്ള ചാൻസും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വോട്ടിംഗ് വീഡിയോസ്. അപ്പോൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ഷെയർ കൂടെ ചെയ്തേക്കാം. ബിഗ് ബോസ് റിലേറ്റഡായ വീഡിയോ കാണാൻ വേണ്ടി ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. അപ്പോൾ താങ്ക് യു.